എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL-ലെ ആവേശകരമായ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസ് തങ്ങൾക്ക് എതിരാളികളെ അല്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. നേരത്തെ മുംബൈയുടെ തട്ടകമായ വാങ്കഡയിൽ അവരെ വൻ മാർജിനിൽ മുക്കിയ ഋതുരാജ് ഗെയ്ക്വാദും സംഘവും ഇപ്പോൾ സ്വന്തം കാണികൾക്ക് മുന്നിലും ആ വിജയം ആവർത്തിച്ചു. ചെപ്പോക്കിൽ നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ച മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 159 റൺസ് കുറിച്ചത്. മൂന്നാം നമ്പറിൽ ഇറങ്ങിയ നമാന്തിർ പൊരുതി നേടിയ 57 റൺസാണ് മുംബൈയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. 37 ബോളിൽ 4 ഫോറും 3 സിക്സറും അടക്കമാണ് നമാന്തിർ ടീമിന്റെ ടോപ്പ് സ്കോററായത്. അദ്ദേഹത്തെ പുറത്താക്കാൻ CSKയ്ക്ക് സുവർണാവസരം ലഭിച്ചിരുന്നെങ്കിലും അനായാസ ക്യാച്ച് ശിവം ദുബെ കൈവിട്ടത് മുംബൈക്ക് തുണയായി. ആയുസ് നീട്ടിക്കിട്ടിയ നമാന്തിർ ഇത് കിടിലൻ 50 മാറ്റുകയായിരുന്നു. ഓപ്പണർ റയാൻ റിക്കൽട്ടൺ 37 റൺസും സൂര്യകുമാർ യാദവ് 21 റൺസും നേടി. ആദ്യ 10 ഓവറിൽ 90 റൺസടിച്ച മുംബൈയെ അടുത്ത 10 ഓവറിൽ വെറും 69 റൺസിലൊതുക്കാൻ CSK ബൌളർമാർക്കായി. 3 വിക്കറ്റെടുത്ത അൻഷുൽ കംബോജും 2 പേരെ മടക്കിയ നൂർ അഹമ്മദും ചേർന്നാണ് മുംബൈയെ വെറും 7 വിക്കറ്റിൽ തളച്ചത്. 160 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് തുടക്കം മുതൽ ആധിപത്യം പുലർത്തി. മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ 11 റൺസിനും ഉർവിൽ പട്ടേൽ 24 റൺസിനും പവർ പ്ലേയിൽ മടങ്ങിയപ്പോൾ മുംബൈക്ക് നേരിയ വിജയപ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ക്രീസിലൊന്നിച്ച ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും കാർത്തിക് ശർമ്മയും ചേർന്ന് മുംബൈയുടെ സകല പ്രതീക്ഷകളും തകർത്തു. വെറും 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 11 പന്തുകൾ ബാക്കി നിൽക്കെ CSK 8 വിക്കറ്റിന്റെ വമ്പൻ വിജയം സ്വന്തമാക്കി. ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി മുന്നിൽ നിന്ന് നയിച്ച ഋതുരാജ് 48 ബോളിൽ പുറത്താകാതെ 67 റൺസ് നേടി. ഇംപാക്ട് പ്ലെയറായെത്തിയ കാർത്തിക് ശർമ്മ 40 ബോളിൽ 54 റൺസുമായി മികച്ച പിന്തുണ നൽകി. താരത്തിന്റെ കന്നി IPL 50 കൂടിയാണിത്. ഋതുരാജ് കാർത്തിക് സഖ്യം പടുത്തുയർത്തിയ 98 റൺസിന്റെ കൂട്ടുകെട്ടാണ് മത്സരം മുംബൈയിൽ നിന്നും വഴുതിപ്പോകാൻ കാരണമായത്. ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്ന ചെന്നൈ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി. മറുഭാഗത്ത് മുംബൈയാവട്ടെ ടൂർണമെന്റിൽ നിന്നും ഏറെക്കുറെ പുറത്തായി കഴിഞ്ഞു. കഴിഞ്ഞ മാസം വാങ്കഡയിൽ സഞ്ജുവിന്റെ സെഞ്ചുറി കരുത്തിൽ മുംബൈയെ 103 റൺസിന് തോൽപ്പിച്ച CSK ഇപ്പോൾ ചെപ്പോക്കിലും തങ്ങളുടെ കരുത്ത് കാട്ടിയിരിക്കുകയാണ്. അപ്പോൾ CSKയുടെ ഈ മാസ തിരിച്ചുവരവിനെക്കുറിച്ചും മുംബൈയുടെ ഈ പതനത്തെക്കുറിച്ചും നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു കിടിലൻ വാർത്തയുമായി ഉടൻ തന്നെ കാണാം.